ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഹീറ്റ് എഞ്ചിൻ കൺവേർട്ട് ഡാഷ്. ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഹീറ്റ് എഞ്ചിൻ എന്തായിട്ടാണ് കൺവേർട്ട് ആക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്താണ് ഹീറ്റ് എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി എഞ്ചിൻ വാൾവ്സ് ആർ ക്ലോസ്ഡ് ബൈ ഡാഷ്. എഞ്ചിൻ വാൾവ് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എഞ്ചിൻ വാൾവ് എങ്ങനെയാണ് വാൾവ് സ്പ്രിങ്ങിൻ്റെ സഹായത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻലെറ്റ് വാൾവ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. ഇൻലെറ്റ് വാൾവ് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? നിക്കൽ ക്രോം അലോയ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവർ ഇക്വേഷൻ ഈസ് ഡാഷ്. ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം PLANK പ്ലാങ്ക് ഡിവൈഡ് ബൈ 4500. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിസ്റ്റൺ റിങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. പിസ്റ്റൺ റിംഗ് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഏത് മെറ്റീരിയൽ കൊണ്ട്? ഉത്തരം ഹൈ ഗ്രേഡ് കാസ്റ്റ് അയൺ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഫംഗ്ഷൻ ഓഫ് എ FIP ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്. അതായത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം അതാണ് ടു ഡെലിവർ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ അറ്റ് സ്പെസിഫിക് ടൈം. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദി ഗവർണർ ഈസ് ആൾസോ കാൾഡ് സ്പ്രിംഗ് ലോഡർ സെൻട്രിഫ്യൂഗൽ ഗവർണർ. അതായത് താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ സ്പ്രിംഗ് ലോഡർ സെൻട്രിഫ്യൂഗൽ ഗവർണർ ഏത് ടൈപ്പാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഉത്തരം മെക്കാനിക്കൽ ടൈപ്പാണ്. എ ആണ് കറക്റ്റ് ആൻസർ. ഓംസ് ലോ എക്സ്പ്രസ്ഡ് റെസിസ്റ്റൻസ് ഈസ് ഡാഷ്. നമ്മുടെ ഓംസ് ലോയിൽ റെസിസ്റ്റൻറ്റ് കാണാനുള്ള ഫോർമുല എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. റെസിസ്റ്റൻസ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ട് ബൈ കറൻ്റ് ആണ്. സോ ആൻസർ ഏതാണ്? എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോസിറ്റീവ് പ്ലേറ്റ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി കൺസിസ്റ്റ് ഓഫ് എ ഗ്രിഡ് ഫിൽഡ് വിത്ത് പേസ്റ്റ് ഓഫ് ഡാഷ്. അതായത് നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററി ഉണ്ടല്ലോ, അതിൽ പോസിറ്റീവ് പ്ലേറ്റിലെ ഗ്രിഡിൽ എന്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? PbO2, അതായത് ലെഡ് ഓക്സൈഡാണ് പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ബി ആണ് കറക്റ്റ് ആൻസർ. റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് കൺസിസ്റ്റ് ഓഫ് ഡാഷ്. റേഡിയേറ്ററിൻ്റെ പ്രഷർ ക്യാപ്പ് ഉണ്ടല്ലോ, അത് എന്തൊക്കെ സഹായിക്കണോ എന്നാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെ സഹായിക്കുന്നത്? പ്രഷർ വാൾവായിട്ടും സഹായിക്കും, വാക്യൂം വാൾവായിട്ടും സഹായിക്കും. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഓയിൽ പമ്പ് ഇസ് ജനറലി ഡിവൺ ബൈ ഡാഷ്. നമ്മുടെ ഓയിൽ പമ്പ് ഉണ്ടല്ലോ, അത് ഡ്രൈവ് ചെയ്യുന്നത് എന്തിൻ്റെ സഹായത്താലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തിൻ്റെ സഹായത്താലാണ്? അതിൻ്റെ ഉത്തരം ക്യാം ഷാഫ്റ്റിനകത്ത്. ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് ക്യാം ഷാഫ്റ്റ് ഉണ്ടല്ലോ, ക്യാം ഷാഫ്റ്റിൽ ഒരു സ്ക്രൂ ഗിയർ പറഞ്ഞ സംഭവമുണ്ട്, അതിൻ്റെ സഹായത്താലാണ് എന്ത് ഓയിൽ പമ്പ് ഡ്രിവൺ ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഹീറ്റ് ഡാം ഇൻ എ പിസ്റ്റൺ. അതായത് നമ്മുടെ പിസ്റ്റനകത്ത് ഏറ്റവും ടോപ്പ് പോർഷനിൽ ചെറിയൊരു റിങ് പോലെ ഒരു സ്ലോട്ട് കാണും, അതാണ് ഹീറ്റ് ഡാം പറഞ്ഞത്. അതിൻ്റെ ആവശ്യകത എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതിൻ്റെ ഉത്തരം എ ആണ് ടു എനേബിൾ ദി പിസ്റ്റൺ റൺ കൂളർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഡു യു മീൻ ബൈ കംപ്രഷൻ റേഷ്യോ. കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കംപ്രഷൻ റേഷ്യോ എന്ന ടോട്ടൽ വോളിയം ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയം. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻജിൻ മിസ്ഫയറിംഗ് ഈസ് ഡ്യൂ ടു ഡാഷ്. എൻജിൻ മിസ്ഫയറിങ്ങിൻ്റെ സാധ്യതകൾ ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏതൊക്കെ സാധ്യത ചോദിച്ചു കഴിഞ്ഞാൽ ലെസ് വാൾവ് ക്ലിയറൻസ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലീസ്റ്റ് കൗണ്ട് ഓഫ് മൈക്രോമീറ്റർ ഈസ് ഡാഷ്. മൈക്രോമീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. 0.01 mm. സി ആണ് കറക്റ്റ് ആൻസർ. 0.01 mm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ചേഞ്ച് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ടു റോട്ടറി മോഷൻ ദി എൻജിൻ ഹാസ് ഡാഷ്. അതായത് എൻജിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ റോട്ടറി മോഷൻ ആക്കുന്ന ഭാഗം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? കണക്റ്റിംഗ് റോഡ് ആൻഡ് ക്രാങ്ക് ഷാഫ്റ്റ്. ഡി ആണ് കറക്റ്റ് ആൻസർ. കണക്റ്റിംഗ് റോഡിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റോട്ടറി മോഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാനുവൽ പ്രസ് ഓപ്പറേറ്റഡ് ബൈ ഹാൻഡ് ഈസ് കാൾഡ് ഡാഷ്. അതായത് ഹാൻഡ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന മാനുവൽ പ്രസ്സിന് പറയുന്ന പേര് ഏതാണ്? ആർബർ പ്രസ് എന്നാണ് ഇതിന് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി റീമർ ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. റീമർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എൻലാർജിങ് ആൻഡ് ഫിനിഷിംഗ് ഹോൾ. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാഷർ ഹെൽപ്പ് ടു ഡാഷ്. വാഷർ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിന് ഉത്തരം എന്താണ്? ഡിസ്ട്രിബ്യൂട്ട് ഫോഴ്സ് ഓവർ എ ലാർജ് ഏരിയ. ലാർജ് ഏരിയയിലേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയും. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വിച്ച് എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റ് ലെങ്ത് ഈസ് മാക്സിമം. താഴെ തന്നിരിക്കുന്ന 4 എൻജിനുകൾ തന്നിട്ട് അതിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ലെങ്ത്ത് മാക്സിമം, അതായത് ഏറ്റവും കൂടുതലുള്ളത് ഏതിനാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഏതിനാണ്? ഇൻലൈൻ എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിനാണ് ലെങ്ത്ത് കൂടുതൽ. ബി ആണ് കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹോൾ ഈസ് ഡ്രിൽഡ് ബിറ്റ്വീൻ ക്രാങ്ക് ഷാഫ്റ്റ് മെയിൻ ജേണൽ ആൻഡ് ക്രാങ്ക് പിൻ ഫോർ ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ഒരു ഡ്രില്ല് ഹോൾ ചെയ്തിട്ടുണ്ട്. എവിടെയാണ്? ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മെയിൻ ജേണലിലും ക്രാങ്ക് പിൻ്റെ അടിയിൽ കൂടെ ഡ്രിൽ ഹോൾ ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് ചോദിച്ചാൽ ലൂബ്രിക്കേറ്റിംഗ് കണക്റ്റിംഗ് റോഡ് ബെയറിംഗ്. കണക്റ്റിംഗ് റോഡിൻ്റെ ബെയറിംഗ് ലൂബ്രിക്കേഷൻ ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്തിരിക്കുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഡ്രൈ സം ലൂബ്രിക്കേഷൻ സിസ്റ്റം സ്കാവെഞ്ചിങ് പമ്പ് ഈസ് യൂസ്ഡ് ടു ഡാഷ്. നമ്മുടെ സ്കാവെഞ്ചിങ് പമ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ആവശ്യകത എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഡ്രൈ സം ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ സ്കാവെഞ്ചിങ് പമ്പിൻ്റെ ആവശ്യകത എന്തിനാണ് ചോദിച്ചാൽ പമ്പ് ദി ഓയിൽ ഫ്രം സം ടു ടാങ്ക്. എ ആണ് കറക്റ്റ് ആൻസർ. അതായത് സമ്പിനകത്തുള്ള ഓയിലിനെ ടാങ്കിലോട്ട് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫീഡ് പമ്പ്സ് ആർ ഡ്രിവൺ ബൈ ഡാഷ്. അതായത് ഫീഡ് പമ്പ് ഉണ്ടല്ലോ, അത് ഡ്രിവൻ ചെയ്യുന്നത് എന്തിൻ്റെ സഹായത്താലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എൻ്റെ ഉത്തരം അതാണ് ക്യാം ഷാഫ്റ്റ് ഓഫ് FIP, ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ക്യാം ഷാഫ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അത് ഡ്രൈവ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലോവസ്റ്റ് പാർട്ട് ഓഫ് പിസ്റ്റൺ. താഴെ 4 ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ പിസ്റ്റൻ്റെ ലോവസ്റ്റ് പോർഷനെ പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതാണ് സ്കേർട്ട് എന്നാണ് പിസ്റ്റൻ്റെ താഴത്തെ പോർഷനെ പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാർപ്പ്നെസ് ഓഫ് എ സിലിണ്ടർ ഹെഡ് ഈസ് കേസ്ഡ് ബൈ ഡാഷ്. അതായത് സിലിണ്ടർ ഹെഡിന് മേലെ ചെറുതായിട്ട് എന്തുണ്ടാകും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരിതരിപ്പ് ഉണ്ടാവും. അത് എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്ത് കാരണം കൊണ്ട്? അൺഈവൻ ടൈറ്റ്നസ് ഓഫ് നട്ടിൻ്റെ അൺഈവൻ ടൈറ്റ്നസ് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെന്റ് ഹോൾസ് ആർ പ്രൊവൈഡ് ഇൻ വെറ്റ് സെൽ. അതായത് വെറ്റ് സെല്ലിൽ ഉപയോഗിക്കുന്ന വെൻറ്റ് ഹോളിൻ്റെ ആവശ്യകത എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ടു അലോ ദ ഗ്യാസ് ടു എസ്കേപ്പ് ഡ്യൂറിങ് ചാർജിങ് ഉള്ള, അതായത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗ്യാസ് ഉണ്ടല്ലോ, അത് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ് മെക്കാനിസം അഡ്വാൻസ് ടൈമിംഗ് വെൻ ഫ്ലൈ വെയ്റ്റ്സ് ഡാഷ്. അതായത് സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ് മെക്കാനിസത്തിൽ നമ്മുടെ ഫ്ലൈ വെയ്റ്റ് ഏത് ഡയറക്ഷനിൽ മൂവ് ആയാലാണ് ടൈമിംഗ് അഡ്വാൻസ് ആക്കാൻ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ സമയത്താണ് വെച്ചാൽ ഫ്ലൈ ഔട്ട് വേർഡ്, അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുക? അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഡൈനാമോ യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ഈസ് ഡാഷ്. അതായത് ഓട്ടോമൊബൈൽസ് ഉപയോഗിക്കുന്ന ഡൈനാമോ ഏത് ടൈപ്പാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏത് ടൈപ്പാണ്? 2 പോൾ ടൈപ്പാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ചാർജിങ് സിസ്റ്റം ദി റെഗുലേറ്റർ ആക്ട്സ് ഡാഷ്. അതായത് ചാർജിങ് സിസ്റ്റത്തിലെ റെഗുലേറ്റർ ഉണ്ടല്ലോ, അത് ഏത് ടൈപ്പാണ് എന്നാണ് ചോദിച്ചത്. ഏതാണ്? ആൻ ഓട്ടോമാറ്റിക് കൺട്രോൾ ടൈപ്പാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിസ്റ്റൺ റിംഗ് ഗ്യാപ്പ് ഇൻ ദി സിലിണ്ടർ ബോർ ഈസ് ഡാഷ്. അതായത് സിലിണ്ടറിൻ്റെയും പിസ്റ്റൺ റിങ്ങിൻ്റെയും ഉള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് എത്ര വരെ ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എത്ര വരെ ആയിരിക്കും? അതിൻ്റെ ഉത്തരം 0.035 to 0.055 mm വരയ്ക്കായിരിക്കും. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു മെഷർ സിലിണ്ടർ ബോർഡ് ഡയമീറ്റർ ഈസ് ഡാഷ്. അതായത് താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ സിലിണ്ടർ ബോർഡ് ഡയമീറ്റർ മെഷർ ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ഇൻസ്ട്രുമെൻ്റ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതാണ് ബോർ ഡയൽ ഗേജ് ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോൺ ഔട്ട് ക്യാം ലോബ് ലീഡ് ടു ഡാഷ്. അതായത് ക്യാം ലോബ് ഉണ്ടല്ലോ, ക്യാം ലോബ്, അത് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സംഭവിക്കും ഡിക്രീസ് വോളിയോമെട്രിക് എഫിഷ്യൻസി. വോളിയോമെട്രിക് എഫിഷ്യൻസി എന്തെയും കുറയും. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോൺ ഔട്ട് കൺട്രോൾ റാക്ക് ടീത്ത് വിൽ കേസ് ഡാഷ്. അതായത് കൺട്രോൾ റാക്ക് ഉണ്ടല്ലോ, കൺട്രോൾ റാക്ക് ടീത്ത് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. മിസ് അലൈൻമെൻറ്റ് ഓഫ് ദി പ്ലഞ്ചർ. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി റേഷ്യോ ഓഫ് വർക്ക് ഔട്ട്പുട്ട് ടു ദി ബേൺഡ് ഫ്യൂവൽ എനർജി ഈസ് കാൾഡ് ഡാഷ്. അതായത് നമ്മുടെ വർക്ക് ഔട്ട്പുട്ടിനും കൊടുക്കുന്ന എനർജിയുടെയും റേഷ്യോന് എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഫ്യൂവൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന എനർജിയും തിരിച്ച് കിട്ടുന്ന വർക്ക് ഔട്ട്പുട്ടിൻ്റെയും റേഷ്യോ എന്താ പറയുന്നത്? തെർമൽ എഫിഷ്യൻസി എന്നാണ് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓയിൽ ഫിൽട്ടർ എലമെൻറ്റ് ഷുഡ് റീപ്ലേസ് എവരി ഡാഷ്. അതായത് നമ്മുടെ ഓയിൽ ഫിൽറ്റർ ഉണ്ടല്ലോ, അത് എപ്പോഴാണ് റീപ്ലേസ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? ഓയിൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യണം. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സ്മോക്കി ബ്ലൂ എക്സോസ്റ്റ് ഈസ് ഡ്യൂ ടു ഡാഷ്. അതായത് നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസിനകത്ത് ഒരു ബ്ലൂ കളർ ഫ്ലെയിം വരികയാണെങ്കിൽ അത് എന്ത് മനസ്സിലാക്കാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്ത് മനസ്സിലാക്കാം? ബേണിംഗ് ദി ഓയിൽ ഇൻ കമ്പഷൻ ചേമ്പർ. കമ്പഷൻ ചേമ്പറിനകത്ത് ഓയിൽ കത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി ഗേജ് യൂസ്ഡ് ടു ചെക്ക് ബിയറിംഗ് ക്ലിയറൻസ്. നമ്മുടെ ബെയറിംഗ് ക്ലിയറൻസ് ഉണ്ടല്ലോ, ബെയറിംഗ് ക്ലിയറൻസ് ചെക്ക് ചെയ്യുന്ന ഗേജ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. താഴെ 4 ഓപ്ഷനിൽ ഏതാണ്? പ്ലാസ്റ്റിക് ഗേജാണ് അതിന് യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റ് സപ്പോർട്ടഡ് ബൈ ഡാഷ്. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റ് ഉണ്ടല്ലോ, അത് എന്തിൻ്റെ സഹായത്താലാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകുക എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ. എന്തിൻ്റെ സഹായത്താലാണ്? ബുഷ് ബെയറിങ്ങിൻ്റെ സഹായത്താലാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകുക. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു സെറ്റ് ഇഗ്നീഷൻ ടൈമിംഗ് ഫ്ലൈ വീൽ TDC മാർക്ക് ഈസ് കോയിൻസൈഡ് വിത്ത് ഡാഷ്. അതായത് നമ്മുടെ ഇഗ്നീഷനൊക്കെ ടൈം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലൈ വീൽ TDCയിൽ എത്തുന്ന സമയത്ത് ഒരു സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ 2 പോയിന്റുകൾ. അത് എവിടെയൊക്കെയാണ് മാർക്ക് ചെയ്തിട്ടുണ്ടാകുക എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത്. എവിടെയാണ്? അതിൻ്റെ ഉത്തരം ഫ്ലൈ വീൽ ഹൗസിംഗ് പോയിന്റിനകത്താണ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി 2 സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിൻ ഹാസ് പോർട്ട് ഇൻ ദി ഡാഷ്. അതായത് 2 സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിനിൽ പോർട്ട് എവിടെയാണ് ഉണ്ടാകുക എന്നാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ്? സിലിണ്ടർ വാളിലാണ് പോർട്ട് വെച്ചിട്ടുണ്ടാകുക. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്കാവെഞ്ചിങ് ഈസ് ദി പ്രോസസ് ഓഫ് റിമൂവിങ് ഡാഷ്. സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രോസസ്സാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അത് എന്ത് ക്വസ്റ്റ്യനാണ്? നമ്മുടെ ബേൺഡ് ഗ്യാസസ് ഫ്രം എഞ്ചിൻ സിലിണ്ടർ. എഞ്ചിൻ സിലിണ്ടർ എന്ന ബേൺഡ് ഗ്യാസിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയുള്ള പ്രക്രിയയാണ് സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. എ ആണ് ശരിയായ ഉത്തരം.